യുകെയിൽ പാൻപരാഗ് വിറ്റ് കോടീശ്വരനായ നോർത്ത് ഇന്ത്യൻ ചാച്ചായ രഞ്ജിത്ത് 100ാം ജന്മദിനം ഒരു ആഡംബര കപ്പലിൽ നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ കാലന് പോലും വേണ്ടാത്ത കോടീശ്വരൻ സെത്തുപോയി. ഈ വാർത്ത പുറത്തു വന്നാൽ പാൻപരാഗ് ഓഹരി തകരുമെന്ന് ഭയന്ന് മക്കളും കൂട്ടക്കാരും ചേർന്ന് വിവരം തൽക്കാലം മറച്ചുവെക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് തുണി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത പാൻപരാഗിന്റെ വക്കീൽ വരുന്നത്. വക്കീൽ പറയുന്നത് രഞ്ജിത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ കപ്പലിലെ മക്കൾക്ക് കൊടുക്കണമെന്നാണ്. എന്നാൽ പാൻപരാഗ് പറയുന്നത് എനിക്കിനി ഒരു മകൻ കൂടി ഉണ്ടെന്നും സ്വത്തുക്കൾ അവനും കൂടി വീതിച്ചു നൽകണമെന്ന് മൂകാംബിക യൂണിവേഴ്സ് പാൻപരാഗ് പറയുന്നു. കൂടെ ജോളിയെ തിരിച്ചറിയാൻ അവനൊരു ഇടങ്കയ്യനാണെന്നും ചന്തിക്ക് മുകളിലായി ഒരു പുള്ളിയുണ്ടെന്നും പറയുന്നു. ഈ വിവരം നാട്ടിൽ പാട്ടായതോടെ ഒന്നല്ല രണ്ടല്ല 3 ജോളികൾ അവിടെ എത്തി. അതിലൊരു ജോഡി കില്ലാടിയായിരുന്നു. കില്ലാടി വന്ന് ചന്തിക്ക് മുകളിലെ അടയാളം കാണിച്ചു. പണ്ടത്തെ പുള്ളിയെല്ലാം പോയി, പക്ഷെ ജോസ് എന്ന പുള്ളി ഇത് തന്നെയാണെന്ന് കില്ലാടി പറയുന്നു. 3 ജോളികളും ചന്തി കാട്ടി ചന്തപ്പിള്ളരെ പോലെ അടിയുണ്ടാക്കിയപ്പോൾ അവരുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് കപ്പലിൽ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. റിസൾട്ട് കിട്ടാൻ 5 മിനിറ്റ് ലേറ്റ് ആമെന്ന് പറഞ്ഞപ്പോൾ ആ ഗ്യാപ്പിൽ 3 ജോളികളും ജോളിയായി ചിക്കുകളുടെ കൂടെ ഐറ്റം ഡാൻസ് കളിച്ചു. എന്നാൽ അപ്പോഴേക്കും മാസ്ക് ഇട്ട് വന്ന ഒരു വെടലൻ ഡോക്ടറിനെ തട്ടി DNA സാമ്പിൾ നശിപ്പിച്ചു. 5 മിനിറ്റ് ഐറ്റം ഡാൻസ് കഴിഞ്ഞുറങ്ങിപ്പോയി കില്ലാടി എണീറ്റപ്പോൾ ബെഡിൽ കില്ലാടിയുടെ ചിക്കിന് പകരം രണ്ടാമത്തെ ജോളിയുടെ ചിക്കാണ് അവിടെ കിടക്കുന്നത്. ഇത് നോർത്തിലെ ദേശായി കുടുംബം അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ രണ്ടാമത്തെ ജോളിയുടെ റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ 3ാമത്തെ ജോളിയുടെ ചിക്ക്. അങ്ങനെ എല്ലാരും കൂടി പാട്ട കൊട്ടി പാടി 3ാമത്തെ ജോളിയുടെ പുതപ്പ് മാറ്റിയപ്പോൾ അയാളുടെ കൂടെ കപ്പലിലെ കപ്പിത്താൻ കിടക്കുന്നു. അവൾ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ ഇത് നടക്കില്ലായിരുന്നു. എന്തായാലും 3ാമത്തെ ജോലിയുടെ ചിക്കിനെ മാത്രം കാണാനില്ല. അങ്ങനെ ചിക്കിനെ തപ്പി പോയപ്പോഴാണ് പാത്രത്തിൽ കുറെ തത്തുമ്മയുടെ തുവൽ കാണുന്നത്. അങ്ങനെ തത്തുമ്മ പാത്തുമ്മ ബീബാത്തുമ്മ എന്ന് പറഞ്ഞ് ഈ വിടൽമാരിയ്ക്കുമ്പോഴാണ് രണ്ടാമത്തെ ജോലിക്ക് ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നത്. ഐറ്റം ഡാൻസ് കഴിഞ്ഞ് ബോട്ടിൽ ബൈക്ക് റൈഡ് പോയിരുന്നു അത്ര ഇവർ. അങ്ങനെ ബൈക്കിന്റെ ടയർ പോയ വഴിയിലൂടെ പോയപ്പോഴാണ് ചുമരിൽ ചാണകപ്പുഴുവിനും പോലെ കുടുങ്ങിക്കിടക്കുന്നു ചിക്കിനെ കണ്ടെത്തുന്നത്. ചിക്കിനെ കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ഗ്ലാസ് പൊട്ടി സെത്തുപോയ ഡോക്ടർ താഴേക്ക് വീഴുന്നത്. അങ്ങനെ ഡോക്ടറെ കൊന്നത് ഈ ജോളികളാണെന്ന് പറഞ്ഞ് എല്ലാറ്റിനും ജയിലിലിട്ടു. ജയിലിൽ വെച്ചുണ്ടായ തർക്കത്തിൽ സത്യം പുറത്തു വരുന്നു. ഇവരാരും ജോളികളല്ല, പണത്തിനു വേണ്ടി വ്യാജമായി എത്തിയവരാണ് അവർ. അവർ ജയിലിൽ ചാടി ലാബിലേക്ക് നേരായ വഴി ഉണ്ടായിട്ടും ചിക്കുകൾ പോയത് AC വെന്റിലൂടെയായിരുന്നു. എന്നാലല്ലേ എല്ലാരെയും കാണിക്കാൻ പറ്റൂ. അതേസമയം ഹൃദയം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ജോലികൾ അബദ്ധത്തിൽ വേറൊരു ഡെഡ് ബോഡിയാണ് എടുക്കുന്നത്. ഡെഡ് ബോഡിയായി പോകുമ്പോൾ പോലീസുകാരായ ബിദ്ദുവും ബാബയും ഇവരെ പിടികൂടുന്നു. അങ്ങനെ പോലീസുകാർ അവരെ അടിച്ചടിച്ച് തൂറ്റിച്ച് സത്യങ്ങൾ പുറത്തു പറയുന്നു. അതിന്റെ ഇടയിൽ ഒരു ലാൽപരി സോങ്. അങ്ങനെ ഈ മണ്ടന്മാരായ പോലീസ് ഉണ്ണാക്കന്മാരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലായ സീനിയർ പോലീസ് ഓഫീസർ കപ്പലിലെത്തുന്നു. അതിന്റെ ഇടയിൽ അയാളുടെ വെറുപ്പിക്കൽ. അന്ന് രാത്രി മുഖംമൂടി ധരിച്ചൊരാൾ സീനിയർ പോലീസിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അത് പാൻപരാഗിന്റെ മകനായിരുന്നു. ആ സമയത്ത് അവിടെ എത്തുന്ന ഗുഹാക്ക കില്ലാടിയുടെ മാരക ടിസ്റ്റ്. അയാൾ യഥാർത്ഥത്തിൽ ഡിക്റ്റേറ്റീവ് ആണത്രേ. യഥാർത്ഥ ജോളിയെ കണ്ടെത്താൻ പാൻപരാഗ് വാല നിയോഗിച്ചതാണെന്ന് വെളിപ്പെടുത്തുന്നു. പെട്ടെന്ന് മുഖംമൂടി ധരിച്ച് മറ്റൊരാൾ അവിടെ എത്തുന്നു. അത് രണ്ടാമത്തെ ജോളിയായിരുന്നു. അവസാനം ജോളിയും പാൻപരാഗിന്റെ മകനും ചേർന്നാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതെന്ന് തെളിയുന്നു. അവസാനം യഥാർത്ഥ ജോളി കടന്നു വരുന്നു.